ഇന്ന് നമുക്ക് ഈ പ്രാം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഒരുപാട് ചപ്പ് ചവർ ഇങ്ങനെ അക്യൂമുലേറ്റ് ആവുന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഡ്യൂ ഫോർ എ ക്ലീൻ. അപ്പോൾ ദാ ഇതിൻ്റെ ആദ്യത്തെ ഒരു ആവേശത്തിൽ ഞാൻ എല്ലാ പാർട്സും അഴിച്ചെടുത്ത് മൊത്തം എടുത്ത് കഴുകിയെടുക്കാം എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പക്ഷെ ഇത് അഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ഇത് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരിക്കലും ഇത് തിരിച്ച് ഇതേപോലെ വയ്ക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ ദാ ആ ആവേശമൊക്കെ ഞാൻ മാറ്റി വെച്ച് ഇത് വീണ്ടും തിരിച്ച് ഫിക്സ് ചെയ്യാനുള്ള ശ്രമത്തിലായി പിന്നെ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇത് മൊത്തത്തിലൊന്ന് കഴുകി തന്നെ എടുക്കാം, കഴുകി ഉണക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇത് പണിപ്പാളും എന്ന് തന്നെ മനസ്സിലായി. അപ്പോൾ ഇത് മൊത്തം കഴുകി ഒന്ന് തേച്ച് കഴുകി ഞാനൊരു ഡിസിൻഫെക്റ്റൻ സ്പ്രേയും കൂടി ഇട്ട് ഒന്ന് സ്ക്രബ് ഡൗൺ ചെയ്തു. ആൻഡ് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് കഴുകിയെടുത്തു. ആൻഡ് അത് ഉണങ്ങുന്ന സമയത്തേക്ക് നമുക്ക് റിമൂവ് ചെയ്ത കുറച്ച് പീസസൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഉണങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഇത് മൊത്തം ഒന്നുകൂടെ റീഫിറ്റ് ചെയ്ത് നല്ല ക്ലീൻ ആൻഡ് റെഡി പ്രായമായിട്ടുണ്ട്.